ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശനോട് സങ്കടത്തിൽ പറയുമായിരിക്കും, എല്ലാവരും ഇവിടുന്ന് മലയ്ക്ക് പോയത് ഇദ്ദേഹത്തിൻ്റെ അസുഖം കൂടി മാറാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഒന്നിലൊരു മാറ്റം ഉണ്ടായില്ലല്ലോ, എനിക്ക് സങ്കടമായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലിങ്ങനെ സംസാരിക്കുകയായിരിക്കും. ആ സമയം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കള്ളം പറയുകയല്ല, ഞാൻ അവരോടൊക്കെ മറച്ചു വെച്ചാണ് ഒരു സത്യം. ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഹെൽത്ത് നല്ലപോലെ ബെറ്ററായി വരുന്നുണ്ടെന്നാണ്, ഇനി ആ രോഗമൊന്നും എനിക്ക് തിരിച്ചു വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനിപ്പോൾ നല്ലപോലെ ബെറ്ററായി എന്ന് തന്നെയാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുമായിരിക്കും, വേണ്ട, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളമൊന്നും പറയണ്ട എന്ന് പറയേ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയും, എനിക്കങ്ങനെ എന്തിനാ കള്ളം പറയേണ്ട ആവശ്യം, ഞാൻ അവർക്കൊക്കെ ഇനിയിപ്പോൾ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ സന്തോഷമായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വേറെ ആരും അറിയണ്ട, നീ മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് ആരോഗ്യപരമായിട്ടൊരു കുഴപ്പമില്ല, ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നീ ഡോക്ടറെ അടുത്ത് തന്നെ വേണമെങ്കിൽ ചോദിച്ചു നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും മുത്തശ്ശനാണെങ്കിലും. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും സന്തോഷമാവുമായിരിക്കും കേട്ടോ, മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ദേവയാനി ജയൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും, എന്താണ് കരൾ തന്ന കുട്ടിയെ മറച്ചു വയ്ക്കുന്നത്, എന്നെ ഒന്ന് കാണിച്ചു എന്ന് വെച്ചിട്ട് എന്താണ് കുഴപ്പം, അച്ഛനും മകനും ഒരേപോലെ തന്നെയാണ്, എന്തൊക്കെയോ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ മറച്ചു വയ്ക്കേണ്ട ആവശ്യം, ഞാൻ ആ കുട്ടിയെ കണ്ടു എന്ന് വെച്ചിട്ട് എന്താണ് സംഭവിക്കുക, ആദർശാണെങ്കിൽ ഫോൺ വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു, എനിക്കെന്താ അതിലൊന്നും ഒരു വിശ്വാസമില്ല, നിങ്ങളെല്ലാവരും കൂടി എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്ന കുട്ടിയുടെ പേര് നയന എന്നല്ലേ എന്ന് ചോദിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയം ജയനാണെങ്കിലും ഒന്ന് അന്തം വിടുമായിരിക്കും, ഈശ്വര, ഇനിയിപ്പോൾ ആ പേര് അറിഞ്ഞോ, ഇനിയിപ്പോൾ നയനയാണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ദേവയാനി തന്നെ പറയുമായിരിക്കും, അന്ന് ICUലുള്ള സമയത്ത് ആദർശ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നയന എന്നാണ് പേരെന്ന്. അപ്പോൾ ജയനാണെങ്കിലും ആദർശ് പറഞ്ഞല്ലോ എന്നുള്ള രീതിക്ക് മനസ്സിലാക്കുമ്പോൾ ഒത്തിരി ആശ്വാസമാവുമായിരിക്കും കേട്ടോ, ശരിക്കും നയനയാണ് കൊടുത്തതെന്ന് അറിയുന്നില്ല എന്നറിയുമ്പോൾ. എന്നിട്ട് പിന്നെ ജയനാണെങ്കിലും പറയുമായിരിക്കും, എനിക്ക് നയന എന്നാണ് പേരെന്ന് അറിയായിരുന്നു, പക്ഷേ നിനക്ക് നയന എന്നുള്ള പേര് വെറുപ്പല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതെ പരിങ്ങി നിന്നത് എന്ന് പറയായിരിക്കും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് കരൾ തന്ന കുട്ടിയുടെ പേര് നയന എന്നായതുകൊണ്ട് എനിക്കിപ്പോൾ ആ പേരിനോട് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമായിരിക്കും. അപ്പോൾ ജയനാണെങ്കിലും അതെന്തായാലും നന്നായി എന്നിങ്ങനെ പറയുമായിരിക്കും. വീണ്ടും നമ്മുടെ ദേവയാനി ആണെങ്കിലും പറയുമായിരിക്കും, എനിക്ക് കണ്ടേ മതിയാകും എന്ന് പറയുമ്പോൾ ജയനാണെങ്കിലും ഒഴിഞ്ഞു മാറുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ആദർശിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും പറയുന്നത്, എനിക്ക് ആ കരൾ തന്ന കുട്ടിയെ കാണണം എന്നുള്ള കാര്യങ്ങളായിരിക്കും. ആ സമയം ആദർശാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, ഇത്തിരിയും കൂടി ബെറ്ററായിട്ട് പോയി കാണാം എന്നുള്ള രീതിക്ക് സംസാരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ദേവയാനി ആണെങ്കിലും പറയുമായിരിക്കും, നീ ഒന്ന് അനിയെടുത്ത് പറ, അനാമിക മോൾ എത്ര ദിവസമായി ഈ വീട്ടിലേക്ക് വന്നിട്ട്, അവളെ ഒന്ന് വിളിക്കാറ് പോലും ഇല്ലല്ലോ, ഒന്ന് വിളിച്ച് കൊണ്ടുവരാൻ പറ എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ കാര്യം ആദർശിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിലും പറയുമായിരിക്കും, എൻ്റെ അമ്മയെ ഞാൻ പറയാതൊന്നും ഇല്ല, പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവന് ഇഷ്ടമല്ല, അവളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ ഭാര്യയെ കൊണ്ടുവരാൻ നല്ല ഉഷാറാണല്ലോ, അപ്പോൾ അവനെയും കൂടി ഒന്ന് പറഞ്ഞൂടെ, നിനക്ക് നിൻ്റെ അനിയൻ്റെ ജീവിതം നശിക്കുന്നത് കാണാനാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശനാണെങ്കിലും ദേഷ്യം വരികയായിരിക്കും, എൻ്റെ അമ്മ എനിക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ തോന്നേണ്ട ആവശ്യം, അവൻ എൻ്റെ അനിയനല്ലേ, അവൻ്റെ ദാമ്പത്യ ജീവിതം നല്ല രീതിക്ക് ആവുമ്പോഴല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവുക എന്നൊക്കെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും അനാമികയുടെ കാര്യം തന്നെ ദേവയാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി കയറി വരികയായിരിക്കും. എന്നിട്ട് ജാനകിയാണെങ്കിലും അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നയനെ എതിർത്തുകൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ജാനകിയാണെങ്കിലും പറയും, എൻ്റെ മരുമകളാണ് ഈ വീട്ടിൽ യോജിച്ചവൾ, അവളെയാണ് എല്ലാവരും കൂടി പുറത്താക്കിയത്, എനിക്ക് നല്ല സങ്കടമുണ്ട്, എൻ്റെ മകൻ്റെ ജീവിതമാണ് എല്ലാവരും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് ആദർശനാണെങ്കിലും അവിടുന്ന് ദേഷ്യം വന്നിട്ട് പോവുമായിരിക്കും. അപ്പോൾ ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നത്, ആരും അനിയുടെ ജീവിതം നശിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, നമുക്ക് എന്തായാലും അനാമികയെ കൊണ്ടുവരാം എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ മനസ്സിൽ ദേവയാനി വിചാരിക്കുകയായിരിക്കും, ഇപ്പോൾ ആദർശ് പോയിട്ടുണ്ടാവുക അനിയുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും, അവർ തമ്മിൽ സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് മാറി നിന്ന് കേൾക്കുകയായിരിക്കും. അപ്പോൾ ഇവർ ഇതൊന്നും കാണുന്നുണ്ടാവില്ല, ദേവയാനി ശ്രദ്ധിക്കുന്നതൊന്നും. അപ്പോൾ അനിയടുത്ത് പോയിട്ട് ആദർശാണെങ്കിലും പറയായിരിക്കും, നീ അനാമിക ഇങ്ങോട്ട് കൊണ്ടുവന്നേ മതിയാവുക എന്നൊക്കെ പറയും.
അനിയാണെങ്കിലും പറയുമായിരിക്കും ഏട്ടന് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ, ഇപ്പം തന്നെ നന്ദുവിനെ അങ്ങനെ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോയി തല്ലി ശരിയാക്കിയത് ആ അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ടാണ്. അത്രയ്ക്ക് ക്രിമിനൽ സ്വഭാവമുള്ളവളാണ് അവളെ ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കും? എനിക്ക് അവൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പോലും ഇപ്പോൾ ഇഷ്ടമല്ലാണ്ടായി. ഈ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാവണമെന്ന് ഒരാഗ്രഹവും അവൾക്കില്ല. ഈ വീടിനോട് സ്നേഹമില്ലാത്ത, എന്നോട് സ്നേഹമില്ലാത്ത അവളെ ഞാൻ എന്തിനാണ് ഇനി വിളിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിലും പറയായിരിക്കും, എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് അവളെ മാറ്റി എഴുതാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ അനിയാണെങ്കിലും അതൊന്നും ഒരിക്കലും മാറാത്തൊരു സ്വഭാവമാണ് അവളുടെ എന്നൊക്കെ പറയും. ആദർശാണെങ്കിലും പറയായിരിക്കും, നീ നന്ദുവിനെ ഇടയ്ക്ക് കാണാൻ പോകുന്നതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അതെല്ലാവരും അറിയുന്നുണ്ട്, അതുകൊണ്ട് നീ ഇനി പോവണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അനിയാണെങ്കിലും പറയായിരിക്കും, ഏട്ടനെ അറിയുന്നതല്ലേ ഞാൻ നയനേടത്തിയാണ് കാണാൻ പോകുന്നതെന്ന്. നയനയേടത്തി ഈ വീടിന് ചെയ്ത പോലെ ത്യാഗം ഈ വീട്ടിൽ മറ്റാർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് നന്മയുള്ള ഏടത്തിയാണ് എൻ്റെ നയനയേടത്തി. ആ ഏടത്തി എനിക്ക് ഇനിയും കാണാൻ പോകുമെന്ന് തോന്നിയാൽ ഞാൻ കണ്ടിരിക്കും, അതിലിനി ആരും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് അനിയാണെങ്കിലും പറയും, ഏട്ടനാണെങ്കിലും എത്രയും പെട്ടെന്ന് ഏടത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ വീട്ടിൽ നയനയേടത്തിയുടെ വലിയൊരു കുറവ് തന്നെയുണ്ട്. മുത്തശ്ശനാണെങ്കിലും നയനയേടത്തി ഇവിടെ ഇല്ലാഞ്ഞിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദേവയാനി ആണെങ്കിലും അന്ന് വിടുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായിരിക്കും നയനയെ പറ്റി എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ സംശയം വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും, എന്തായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനയുടെ വീടായിരിക്കും. ആദർശാണെങ്കിൽ നയനയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസൊക്കെ കൊണ്ടുവരികയായിരിക്കും. അപ്പോൾ നയനയാണെങ്കിൽ ഓടി വരികയായിരിക്കും ആദർശനെ കാണുമ്പോൾ. എന്നിട്ട് നയനയെടുത്ത് പറയുമായിരിക്കും, നിനക്കിനി വീട്ടിൽ വന്നൂടെ, അനിയാണെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടാണ് എത്രയും പെട്ടെന്ന് ഏടത്തിനെ കൊണ്ടുവരണമെന്ന്. വീട്ടിലെല്ലാവർക്കും സങ്കടമാണ്, മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്, ഇനി നിൻ്റെ വാശി ഉപേക്ഷിച്ചിട്ട് വന്നൂടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പം നയനയാണെങ്കിലും പറയുമായിരിക്കും, അമ്മ വന്ന് വിളിക്കാതെ ഞാൻ വരില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല, വെറുതെ എന്തിനാണ് അമ്മയുടെ സമാധാനം കൂടി കളയുന്നത്, അമ്മ അവിടെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, എന്നാൽ പിന്നെ എല്ലാവരുടെയും കുത്തുവാക്കൊന്നും എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു, എനിക്ക് ഇവിടെ ഇരിക്കുന്നതാണ് സമാധാനം, ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ സമാധാനത്തിൽ ഇരുന്നോട്ടെ ആദർശേട്ട എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിലും പറയുമായിരിക്കും, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഇങ്ങനെയാണോ തോന്നുന്നതെങ്കിൽ ഓക്കെ, ഇനി ഞാനൊന്നും പറയുന്നില്ല, നിൻ്റെ സമാധാനം പോലെ തന്നെ നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, നിനക്ക് എപ്പോഴാണോ അങ്ങോട്ട് വരാൻ തോന്നുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കാൻ വേണ്ടി വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശാണെങ്കിലും പോവുമായിരിക്കും കേട്ടോ. ശേഷം കാണിക്കുന്നത് ജയനാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയായിരിക്കും. ആ സമയം ദേവയാനി ആണെങ്കിലും പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരികയായിരിക്കും. അപ്പോൾ മുത്തശ്ശനൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ജയനാണെങ്കിലും ചോദിക്കും, എങ്ങോട്ടാണ് ഇങ്ങനെ റെഡി ആയിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും പറയായിരിക്കും, ഞാൻ ജയേട്ടൻ്റെ കൂടെ വരികയാണ്, എനിക്ക് കരള തന്ന കുട്ടിയെ കണ്ടേ മതിയാവുക എന്ന് ഉറപ്പിച്ച് പറയായിരിക്കും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പം തന്നെ നീ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, പക്ഷേ നിൻ്റെ ഈ ഒരു ആരോഗ്യത്തിന് നീ ഇപ്പോൾ പുറത്തൊന്നും പോകണ്ട, പെട്ടെന്ന് തന്നെ അസുഖം വരും, അപ്പോൾ നീ നല്ലപോലെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും പറയായിരിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് ആ കുട്ടിയെ കണ്ടേ മതിയാവുക എന്ന് ഉറപ്പിച്ച് പറയായിരിക്കും. അപ്പോൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് അറിയാതെ ജയനാണെങ്കിലും ആകെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ, എന്താണ് ഇപ്പോൾ പറയുക, എങ്ങനെയാണത് മുടക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ജയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.